നിതിനും വിഷ്ണുപ്രിയയൊക്കെ കങ്ങാടിപ്പുറത്ത് മേമേന്റെ വീട്ടിൽ വിരുന്നായിരുന്നു കേട്ടോ. അപ്പൊ ഞാനും അമ്മയും ബേബിയും കൂടെ പോയി. ഞങ്ങൾ നേരത്തെ പോയിട്ട് ഉച്ചയ്ക്ക് ഇറങ്ങി. അവര് വൈകുന്നേരം ബൈക്കിന് വരാന്ന് പറഞ്ഞു. അവിടെ എത്തിയിട്ട് കുറേ സമയം നമ്മൾ ചില്ലടിച്ചിരുന്നു കേട്ടോ. അവിടെ റിഹ ബേബി ഉണ്ടായിരുന്നു. ബേബിയൊക്കെ സോഫയിൽ സെറ്റായി. പിന്നെ പ്രധാനപ്പെട്ട ആള് അമ്മ റൂമിൽ കിടന്ന് വൈഫൈ ഉപയോഗിച്ച് യൂട്യൂബൊക്കെ കണ്ട് സുഖമായിട്ട് കിടക്കുകയാണ്. ചെക്കനാണെങ്കിലോ ചേച്ചിമാരപ്പം നല്ല സൈക്കിൾ ചവിട്ടലാട്ടോ. അവനിവിടെ വന്ന ഭയങ്കര സന്തോഷമാണ്. കാരണം 2 ചേച്ചിമാരുണ്ട്, നായ്ക്കളുണ്ട്, സൈക്കിളുണ്ട്, വേറെ എന്ത് വേണം. ആഹാ സ്വർഗം. ആ ഒരു മൈൻഡിലാണ് നിവി. പിന്നെ ഞങ്ങൾ അവിടെ കുറെ നായ്ക്കളൊക്കെ അങ്ങനെ കണ്ടു. അവിടെ കുറെ നായ്ക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പുതിയതായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം കാണാത്ത കുറെ എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അവനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കുറെ സമയം ഇങ്ങനെ പുറത്തു കൂടെ ഒക്കെ നടന്നു. അപ്പോഴേക്ക് പിന്നെ ചിക്കുവൊക്കെ സ്കൂൾ വിട്ട് വന്നു, അമ്മു വന്നു, ശിശിരൊക്കെ വന്നു. പിന്നെ കുറെ സമയം ചായയൊക്കെ കുടിച്ച് അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ, വർത്താനൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് റിഹ ബേബിക്ക് അല്ല മെമ്മയും ലച്ചും കൂടെ ഫുഡൊക്കെ കൊടുക്കായിരുന്നു. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കുറെ സമയം ഇരുന്നു. അപ്പൊ വൈകുന്നേരം ആയപ്പോണ്ട് നമ്മുടെ വിശിഷ്ടാതിഥികളായ വിഷ്ണുപ്രിയയും നിതിനും എത്തി. അങ്ങനെ അവരും എത്തി. പിന്നെ നമ്മൾ കുറെ നേരം അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് രസിച്ചിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് പേര് പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റി മാളിലൊക്കെ പോയി വന്നു കേട്ടോ. അങ്ങനെ പോയി വന്നതിന് ശേഷമാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ മാത്രല്ല കേട്ടോ, അവിടെ ശരത്തിന്റെ അമ്മായിമാരൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ വല്യമ്മയൊക്കെ ഉണ്ടായിരുന്നു, അച്ഛമ്മ എല്ലാരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. പൊറോട്ട ഉണ്ടായിരുന്നു, പത്തിരി ഉണ്ടായിരുന്നു, പിന്നെ ഷവായ, ചിക്കൻ കൊണ്ടാട്ടം, മന്തി റൈസ്, അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല തട്ടിക്കേറ്റി നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഇരുന്നു. കാരണം നമുക്ക് രാത്രി തന്നെ തിരിച്ചു പോകാണ്ടായിരുന്നു. അപ്പൊ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ച് പിന്നെ നമ്മൾ പോവാനേ ആയിട്ടോ. അങ്ങനെ പോവാനായപ്പോ നമ്മൾ പോയിട്ട് ഇനി ബാക്കിയുള്ളവർ കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ യാത്ര ആക്കിട്ടോ. നിതിനും വിഷ്ണുപ്രിയ അവർ വന്ന ബൈക്കിൽ തന്നെ പോയിട്ടോ. നമ്മൾ അല്ലാതെയും പോയി. അങ്ങനെ മേമന്റെ വീട്ടിലത്തെ വിരുന്നും കൂടെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ.